എൻ്റെ ബെഡ്റൂമിൽ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ എനിക്ക് കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ കാണുമ്പോൾ സാധാരണ ഒരു സ്ത്രീ എന്താ ചെയ്യുക? സാധാരണ ഒരു സ്ത്രീ അവരെ വെട്ടി നുറുക്കും. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മന്ത്രി ഗണേഷ് കുമാറിനോട് ബിന്ദു മേനോൻ ക്ഷമിച്ചത് വെറുതെയല്ല, ചില നിബന്ധനകൾ മുന്നോട്ട് വച്ചിരിക്കുന്നു. മധ്യസ്ഥന്മാർ വഴിയാണ് ഗണേഷ് കുമാറിന് മുന്നിൽ ചില നിബന്ധനകൾ ബിന്ദു മേനോൻ വെച്ചത്. ഇപ്പോൾ പാലക്കാട്ട് വീട്ടിലാണ് ബിന്ദു. ഗണേഷ് കുമാറിനൊപ്പം താമസിക്കാനുള്ള ആഗ്രഹമുണ്ട് ബിന്ദുവിന്. എന്നാൽ ചില കാര്യങ്ങളിൽ വ്യക്തമായ ഉറപ്പ് കിട്ടണം. ഗണേഷ് കുമാറിൻ്റെ പക്കൽ ഇപ്പോഴുള്ള സ്വത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തികഞ്ഞ വ്യക്തത വരുത്തണമെന്നാണ് ബിന്ദു മേനോൻ മധ്യസ്ഥന്മാരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ച ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത് ബാലഗോപാൽ എന്ന ഗണേഷ് കുമാറിൻ്റെ ഉറ്റ ചങ്ങാതി. എന്നാൽ ഭർത്താവിനോട് ക്ഷമിച്ച ബിന്ദു മേനോൻ ഇപ്പോൾ കൂടുതൽ കുരുക്കുകളിലേക്ക് കടക്കുന്നു. അത്ര നിസ്സാരമല്ല ബിന്ദു ഉയർത്തിയ ആരോപണങ്ങൾ. ഗണേഷ് കുമാറിനൊപ്പം ഒരു കുട്ടിയെ കണ്ടുവെന്നാണ് അവർ ആദ്യം വെളിപ്പെടുത്തിയത്. സംഭവം പോക്സോ കേസിൻ്റെ പരിധിയിൽ വരും. ഗണേഷ് കുമാറിൻ്റെ ബെഡ്റൂമിൽ കണ്ട സ്ത്രീക്കൊപ്പം കുട്ടിക്കൊപ്പമുള്ള ചിത്രങ്ങൾ അവർ പകർത്തിയിരുന്നു. ഇക്കാര്യം മാധ്യമങ്ങളോട് ബിന്ദു മേനോൻ തന്നെയാണ് വ്യക്തമാക്കിയത്. ഇപ്പോഴിതാ DGPക്ക് പരാതി നൽകിയ യൂത്ത് കോൺഗ്രസ് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു. പരാതി ബിന്ദു മേനോനെതിരെയും മുൻ DGP R ശ്രീലേഖയ്ക്കെതിരെയുമാണ്. പോലീസ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തേണ്ട സംഭവം അട്ടിമറിച്ചു എന്നാണ് ഇരുവർക്കുമെതിരെയുള്ള പരാതി. ബിന്ദു മേനോൻ്റെ കയ്യിലുള്ള ഫോൺ പിടിച്ചെടുത്ത് അത് തെളിവായി സൂക്ഷിക്കണമെന്നും ഈ ഫോൺ കോടതിയിൽ ഹാജരാക്കണമെന്നും യൂത്ത് കോൺഗ്രസ് പറയുന്നു. ഇന്നലെ യൂത്ത് കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയിൽ DGPക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ പോലീസ് കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുവെന്നാണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത്. ശ്രീലേഖയും ബിന്ദു മേനോനും മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും കുരുക്കിലാകും. ബിന്ദു മേനോൻ ആദ്യം കാര്യങ്ങളൊക്കെ വിശദീകരിച്ചത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനോട്. പിന്നീട് വീണ വിജയൻ ഇടപെട്ടാണ് കേസ് പരിഹരിച്ചത് എന്ന ശ്രുതിയും പരന്നിരുന്നു. ഇക്കാര്യം ബിന്ദു മേനോൻ സ്ഥിരീകരിക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകൾ ഇത്തരമൊരു കേസ് അട്ടിമറിക്കാൻ കൂട്ടുനിന്നു എന്നാണ് യൂത്ത് കോൺഗ്രസിൻ്റെ മറ്റൊരു പരാതി. കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ പേര് അഡ്ജസ്റ്റ്മെൻറ്റ് വകുപ്പ് എന്ന് മാറ്റി എഴുതണമെന്നാണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത്. നേരത്തെ രാഹുലിനെതിരെ ആരോപണം ഉയർന്നു വന്നതിന് തൊട്ടു പിന്നാലെ രാഹുലിനെതിരെ ശക്തമായ നിയമ നടപടികളിലേക്ക് പോലീസ് സംവിധാനം കടന്നിരുന്നു. എന്നാൽ ഒരു മന്ത്രിക്കെതിരെ ആരോപണം അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ ഉയർത്തിയിട്ടും പോലീസ് നിഷ്ക്രിയരായ സംഭവം കേരളത്തിന് മുന്നിൽ അവർ വിവരിച്ചിട്ടും എന്തുകൊണ്ട് പെട്ടെന്ന് നടപടിയെടുത്തില്ല? പകരം കേസ് അട്ടിമറിക്കാനാണ് ഇവിടുത്തെ മുഖ്യമന്ത്രിയും മകളും മറ്റ് രാഷ്ട്രീയ നേതാക്കളും കൂട്ടുനിന്നത്. ബിന്ദു മേനോനെ എങ്ങനെയാണ് ഈ സർക്കാർ ഒതുക്കിയത് എന്ന ചോദ്യവും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു കേൾക്കുന്നു. ഗണേഷ് കുമാർ വെറുതെ അങ്ങ് ഒതുക്കിയതായിരിക്കില്ല. ബിന്ദു മേനോനുമേൽ പാർട്ടി ഉപയോഗിച്ച്, സർക്കാരിനെ ഉപയോഗിച്ച് അതിശക്തമായ സമ്മർദ്ദം നടത്തിയിട്ടുണ്ടാവാം. തൻ്റെ ബന്ധുവായ ബിന്ദുവിന് ഗണേഷ് കുമാറിൽ നിന്ന് കിട്ടിയ പീഡനത്തിൻ്റെ കൃത്യമായ വിവരങ്ങൾ ശ്രീലേഖയ്ക്ക് അറിയാം. എന്നിട്ടും ഇക്കാര്യങ്ങൾ പോലീസിനോട് വ്യക്തമാക്കാതെ ശ്രീലേഖയും ഈ അട്ടിമറിക്ക് കൂട്ടുനിന്നു എന്നാണ് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഒട്ടേറെ നാടകീയമായ സംഭവ വികാസങ്ങളാണ് ഇന്നലെ കേരളത്തിൽ നടന്നത്. ഇന്നലെ രാവിലെ ഗണേഷ് കുമാർ രാജിവെക്കും എന്ന തലത്തിൽ കാര്യങ്ങളെത്തിയിരുന്നു. എന്നാൽ ഒരു ദിവസം മുൻപ് വൈകിട്ട് അപ്രതീക്ഷിതമായ ചില സംഭവ വികാസങ്ങൾ. ഗണേഷ് കുമാറിൻ്റെ ഉറ്റ ചങ്ങാതി ബാലഗോപാൽ എന്ന ഗുരുവായൂർ ദേവസ്വം ബോർഡ് അംഗം ഗുരുവായൂർ ആറാട്ട് കഴിച്ച ഉടൻ തന്നെ പാലക്കാട്ടേക്ക് കാർ തിരിച്ചുവിട്ടു. നേരെ ബിന്ദു മേനോൻ്റെ വീട്ടിലെത്തി. ഇതിനിടയിൽ അതിശക്തമായ സമ്മർദ്ദം പല മേഖലയിൽ നിന്ന് ബിന്ദുവിന് നേർക്ക്. ഗണേഷ് കുമാർ ആത്മഹത്യക്കൊരുങ്ങുന്നു എന്നുവരെ ചിലർ ബിന്ദുവിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. എന്നാൽ അതിലൊക്കെ അപ്പുറം ഗണേഷ് കുമാറിൻ്റെ വലിയൊരു ഭാഗം സ്വത്ത് ബിന്ദുവിൻ്റെ പേരിൽ കൂടി എഴുതി വയ്ക്കാം എന്ന വാഗ്ദാനവും ചിലർ നൽകി. രാവിലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗണേഷിനെ വിളിച്ചു. ഉച്ച കഴിഞ്ഞ് ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ സമയം നിശ്ചയിച്ചു. കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് ഈ വിഷയം പരിഹരിക്കണമെന്നാണ് മുഖ്യമന്ത്രി ഗണേഷിനോട് ആവശ്യപ്പെട്ടത്. തുടർന്ന് നടന്ന ചടുലമായ നീക്കങ്ങൾക്കൊടുവിൽ എല്ലാം പഞ്ചായത്താകുന്നു. മന്ത്രി ഗണേഷ് കുമാറിനെതിരായ ഭാര്യയുടെ പരാതി വെറും കുടുംബ പ്രശ്നം എന്ന തലത്തിലാണ് പിന്നീട് CPM വിശദീകരിച്ചത്. ഇത് സംബന്ധിച്ച പ്രതികരണങ്ങൾ CPM സംസ്ഥാന സെക്രട്ടറി നടത്തുമ്പോഴും അത് മന്ത്രിയുടെ കുടുംബ പ്രശ്നം എന്ന തലത്തിലാണ്. എന്നാൽ ഇത് വെറുമൊരു കുടുംബ പ്രശ്നമല്ല, മറിച്ച് മന്ത്രിയുടെ ഭാര്യ ആദ്യ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് മന്ത്രിയുടെ ബെഡ്റൂമിൽ കണ്ട അതിഭയാനകമായ ചില കാഴ്ചകളാണ്. അതിൻ്റെ വീഡിയോയും ഫോട്ടോയും അവർ ശേഖരിച്ചിരുന്നു. ഒരു സ്ത്രീയും കുട്ടിയും അവിടെ ഉണ്ടായിരുന്നുവെന്നാണ് അവർ വ്യക്തമാക്കിയത്. ഇതാണ് ഒട്ടേറെ അഭ്യൂഹങ്ങൾക്ക് കാരണമായതും.
പിണറായി സർക്കാരിൻ്റെ ഏറ്റവും വലിയ നേട്ടമായി അവർ തന്നെ കൊണ്ടാടുന്നത് സ്ത്രീപക്ഷ നിലപാടുകളാണ്. എന്നാൽ ഗണേഷിനെ മന്ത്രിസഭയിൽ ഇരുത്തിക്കൊണ്ട് ഇനി ഈ സ്ത്രീപക്ഷവാദം എങ്ങനെ മുന്നോട്ട് വയ്ക്കാൻ സർക്കാരിന് കഴിയും എന്ന ചോദ്യം സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു കേൾക്കുന്നു. വീട്ടിൽ കയ്യേറ്റമുണ്ടായി, അതും ഭർത്താവിൻ്റെ സ്റ്റാഫുകളുടെ ഭാഗത്ത് നിന്ന്. സ്റ്റാഫുകൾ കയ്യിൽ പിടിച്ചു, മൊബൈൽ ഫോൺ തട്ടിപ്പറിക്കാൻ ശ്രമിച്ചു, വീട്ടിൽ തടഞ്ഞു വെച്ചു എന്നൊക്കെ ബിന്ദു മേനോൻ ആരോപണമുന്നയിച്ചിട്ടും പരാതി പറഞ്ഞിട്ടും അതിൻ്റെ പേരിൽ ഒരു കേസെടുക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, മന്ത്രിയുടെ വീട് എന്ന നിലയിൽ പോലീസ് വളരെ ദൂരെ മാറി നിന്നു. കേരള പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു നിസ്സംഗമായ പ്രതികരണമുണ്ടായതിനെതിരെ അതിശക്തമായ വികാരമാണ് ഇപ്പോഴും ഉയർന്നു കത്തുന്നത്. പ്രതിപക്ഷം ഇപ്പോൾ പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിനുള്ള ഓട്ടപ്പാച്ചിലാണ്. ആര് മുഖ്യമന്ത്രിയാകും എന്ന തർക്കം കോൺഗ്രസിൽ ശക്തം. ഇതിനിടയിൽ ഗണേശിനെതിരെ അതിശക്തമായ ഒരു നീക്കത്തിനൊന്നും കോൺഗ്രസിന് ത്രാണിയില്ല. പോലീസ് ഒന്നും ചെയ്യാതെ പിൻവാങ്ങിയതോടെ ഇക്കാര്യം വിളിച്ച് ശ്രീലേഖ IPSനോടും പിന്നീട് മുഖ്യമന്ത്രിയോടും മകളോടും പറഞ്ഞുവെന്നാണ് പിന്നീട് ബിന്ദു മേനോൻ വ്യക്തമാക്കിയത്. ഇവിടെ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടം കേസുമായി ഇതിനെ താരതമ്യം ചെയ്യുന്നു. ഗണേഷ് കുമാറിൻ്റെ കാര്യത്തിൽ ഇതാദ്യത്തെ സംഭവമല്ല. 2013 അന്ന് ഗണേഷിൻ്റെ ഭാര്യയായിരുന്ന യാമിനി തങ്കച്ചി സമാനമായ ഒരു സംഭവത്തിൽ ഗണേഷിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു. അന്നും മന്ത്രിമന്ദിരത്തിലാണ് ഇത്തരം അനാശാസ്യം അരങ്ങേറിയത്. സർക്കാർ ഖജനാവിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന പോലീസിനെ കാവലിരുത്തി ഇത്തരം അവിഹിതങ്ങൾ ഇനിയും മന്ത്രിമന്ദിരത്തിൽ തുടരണോ എന്ന് പ്രതിപക്ഷം ചോദിക്കുമ്പോൾ അതിനുത്തരം കിട്ടുന്നില്ല. ഗണേഷ് മന്ത്രിസഭയിൽ ഇപ്പോഴും മന്ത്രിയായിരിക്കുന്നത് CPI ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് അത്ര സ്വീകാര്യമല്ല. എങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗണേഷിനോട് ഒരു അനുകൂല മനോഭാവം പ്രകടിപ്പിക്കുന്നു. ആദ്യ ദിവസം പരിഭ്രമിച്ചു പോയ ഗണേശൻ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ വിശദീകരിക്കുമ്പോൾ തനിക്ക് 5000 പ്രണയങ്ങളുണ്ട് എന്ന് തട്ടിവിട്ടിരുന്നു. പ്രണയം എന്ത് തലത്തിലാണ്, ഏത് തരത്തിലാണ് എന്നൊക്കെ സമൂഹ മാധ്യമങ്ങൾ ചോദിക്കുന്നു. ഭാര്യ ക്ഷമിച്ചു, പിന്നെ നിങ്ങൾക്ക് എന്തുകൊണ്ട് ക്ഷമിച്ചുകൂടാ എന്നാണിപ്പോൾ ഗണേഷിൻ്റെ പ്രതികരണം. മറുവശത്ത് മാധ്യമപ്രവർത്തകർക്ക് താൻ അഭിമുഖം നൽകി അവരുമായി സൗഹൃദം കൂടി, എന്നിട്ട് തൻ്റെ ചോരയ്ക്ക് വേണ്ടി അവർ ദാഹിക്കുന്നുവെന്നാണ് ഇപ്പോൾ ഗണേശൻ പറയുന്നത്. ഇനി മാധ്യമപ്രവർത്തകരോട് യാതൊരുവിധ വമ്പതിയുമില്ല എന്നൊക്കെയാണ് ഗണേഷിൻ്റെ ആക്രോശം. ഇതിനിടയിൽ ബിന്ദു മേനോനെ പാട്ടിലാക്കാൻ ചില പ്രാർത്ഥന ഗ്രൂപ്പുകളുടെ സഹായവും ഗണേശൻ തേടി എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. പെന്തിക്കോസ്ത് വിഭാഗത്തിൽപ്പെടുന്ന ഒരു സഭ സംവിധാനവുമായി ഗണേശനും ഭാര്യയും അടുത്ത കാലത്തായി വളരെ സഹകരിച്ചിരുന്നു. ഇതുതന്നെയാണ് ബിന്ദു മേനോൻ ഇന്നലെ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലും പറഞ്ഞത്. കൃത്യമായി അവർ എന്തുകൊണ്ടാണ് താൻ ക്ഷമിച്ചത് എന്ന് വ്യക്തമാക്കുന്നു. മറ്റുള്ളവരോട് ക്ഷമിക്കാൻ തന്നെ പഠിപ്പിച്ച പ്രാർത്ഥനാ ഗ്രൂപ്പുകളുടെ കാര്യമാണ് അവർ തൻ്റെ അഭിമുഖങ്ങളിൽ ഊന്നി പറയുന്നത്. ഗണേഷിനോടും താൻ ക്ഷമിച്ചുവത്രേ. അതീവ ഗുരുതരമാണ് ഇപ്പോഴും കാര്യങ്ങൾ. കാരണം ഒരു പോക്സോ കേസിൻ്റെ വക്കിലെത്തിയ സംഭവ വികാസങ്ങൾ, മറുവശത്ത് കേസ് അട്ടിമറിക്കാൻ കൂട്ടുനിന്നത് സംസ്ഥാനത്തെ VVIPകൾ. അതിന് തെളിവായി ഭാര്യയുടെ ശബ്ദ സന്ദേശം ഇപ്പോഴുമുണ്ട് നമ്മുടെ മുന്നിൽ. ബിന്ദു മേനോൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ, ഒന്നുകൂടി കേൾക്കാം. ഞാൻ വിളിച്ചു, 112 വിളിച്ചു. അവർ വന്നു, പക്ഷെ അവർക്ക് അവരുടെ പരിധിയിലുള്ള കാര്യമല്ല എന്ന് പറഞ്ഞു. അവരുടെ പരിധിയിലുള്ള സ്റ്റേഷനല്ല. എനിക്ക് അതിനെ കുറിച്ചൊന്നും മനസ്സിലായില്ല. ബിക്കോസ് ഞാൻ വളരെ ഒരു ഡിസ്ട്രെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ വിളിച്ചപ്പോൾ, ലേഖ ചേച്ചി എൻ്റെ ബ്രദറിന്റെ വൈഫിനെ ഞാൻ വിളിച്ചപ്പോൾ എന്നോട് 112 കൺട്രോൾ റൂമിൽ വിളിച്ച കാര്യം പറയാൻ പറഞ്ഞു. ബിക്കോസ് ഐ വാണ്ടഡ് പ്രൊട്ടക്ഷൻ. എൻ്റെ ഫോണെല്ലാം എടുക്കാനും മിനിസ്റ്ററുടെ സ്റ്റാഫ് ഡ്രൈവറായ ശാന്തൻ ശ്രമിച്ചപ്പോൾ ഞാൻ പോലീസിനെ വിളിച്ചു, ലേഖ ചേച്ചിയെ വിളിച്ച് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു 112 വിളിക്കാൻ. അങ്ങനെ വിളിച്ചു കഴിഞ്ഞ് പോലീസ് വന്ന് പുറത്ത് വന്നിട്ട് എന്നോട് ചോദിച്ചു മന്ത്രിയുടെ ആരാണ്, ഞാൻ ഭാര്യയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സ്റ്റേഷൻ പരിധിയിലുള്ള ലൈസൻസ്, ബട്ട് ഐ നീഡ് പ്രൊട്ടക്ഷൻ, എനിക്ക് വീട്ടിനുള്ളിലേക്ക് തിരിച്ചു പോയി എൻ്റെ സാധനങ്ങളെങ്കിലും അറ്റ്ലീസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ പരിധിയിൽ. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ പിണറായി വിജയൻ സാറെ വിളിക്കണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ വന്നെല്ലാം മാഡം വെയിറ്റ് ചെയ്യൂ. അത് കഴിഞ്ഞ് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിങ്ക് പോലീസ് വരുന്നു. അത് കഴിഞ്ഞ് അവർ വന്നു കഴിഞ്ഞു. അത് വന്നു കഴിഞ്ഞപ്പോൾ മന്ത്രിയുടെ ഒരു സ്റ്റാഫ് പുറത്ത് വന്ന് പറഞ്ഞു, അയ്യോ ചേച്ചി പോലീസൊക്കെ എന്തിനാ ചേച്ചിക്ക് ഉള്ളിൽ വന്നത്, ചേച്ചിയുടെ വീടാണ്. ഞാൻ എനിക്ക് എൻ്റെ വീടാണ്, എനിക്ക് ഈ സാധനങ്ങൾ എടുക്കാൻ എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഇല്ലാതെ ഞാൻ ആ വീട്ടിൽ കയറില്ല എന്ന് പറഞ്ഞു. ഇല്ല ചേച്ചി വാ, ഉള്ളിൽ വാ എന്നപ്പോൾ പോലീസ്, പിങ്ക് പോലീസ് ഒരു മാഡം ഉള്ളിൽ പോകും, ഞങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട്, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഞാൻ അങ്ങനെ വിളിക്കുന്ന ആവശ്യം ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ് ഞാൻ ഉള്ളിൽ പോയി ഞാൻ പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് തിരിച്ച്, എന്ത് പെട്ടി പാക്ക് ചെയ്യാൻ, 13 years ഓഫ് മൈ ലൈഫ് എന്താണ് ആ ഒരു മാനസികാവസ്ഥയിൽ ഞാൻ എന്താ പാക്ക് ചെയ്യുന്നത്. എന്നാലും ഞാൻ എന്തൊക്കെയോ പെട്ടിയിൽ വാരിയിട്ട്, ഐ വാസ് ഇൻ സച്ച് എ ടെറിബിൾ സ്റ്റേറ്റ്. ഞാൻ തിരിച്ച് വരുമ്പോഴേക്കും പ്രദീപ് അവിടെ വാതിൽ അടച്ചു കഴിഞ്ഞു, മെയിൻ ഡോർ അടച്ചു.
ഐ വാസ് ട്രൈങ് ടു ഓപ്പൺ ദ ഡോർ. എന്റെ കൈയെല്ലാം പിടിച്ച് മാറ്റി വാല് തുറക്കാൻ സമ്മതിക്കുന്നില്ല. ഐ ആം തിങ്കിങ് ദി പോലീസ് ഇസ് വെയിറ്റിംഗ് ഔട്ട്സൈഡ് ഫോർ മീ. അപ്പൊ ഞാൻ വാതിൽ കൊട്ടിയിട്ട് പറയുന്നത് പോലീസ് പോലീസ് ഹെൽപ്പ് ഹെൽപ്പ്. ഒരു ശബ്ദമില്ല, ഒന്നുമില്ല. അപ്പം ഞാൻ പ്രദീപിനോട് പറയും മര്യാദയ്ക്ക് മാറിക്കോ, എനിക്ക് പുറത്ത് കിടക്കണം എന്ന് പറഞ്ഞാൽ കേൾക്കുന്നില്ല. അത് അവസാനം ബാക്കിൽ മനോജ് നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ മനോജ് ഒന്ന് പറയും പ്രദീപിനോട് വാല് തുറക്കാൻ, എനിക്ക് പോണം എന്നിട്ട് പ്രദീപ് പറഞ്ഞാൽ മനോജ് പറയുന്നുണ്ട് പ്രദീപിനോട് വാല് തുറന്നു കൊടുക്കുമെന്ന്. എന്നിട്ട് ഈ പ്രദീപ് കേൾക്കുന്നില്ല, എന്റെ കൈ പിടിച്ച് മാറ്റാൻ നോക്കുകയാണ്. ഞാൻ പറഞ്ഞു മര്യാദയ്ക്ക് തുറന്നോളൂ എന്നുകൊണ്ട് എങ്ങനെയോ തുറന്ന് ഞാൻ വിചാരിക്കുന്നു പോലീസിനെ എന്തെങ്കിലും പറയണമെന്ന് നോക്കും. പിങ്ക് ആരും ഇല്ല, അവിടെ ഒരാളും ഇല്ല. എന്നിട്ട് ഞാൻ എന്റെ ടാക്സി ഞാൻ വിളിച്ചത് അവര് അതിനെക്കാട്ടും പേടിച്ചു. മിനിസ്റ്ററുടെ വീട്ടിലേക്കാന്ന് പറഞ്ഞപ്പോൾ ടാക്സിക്കാർ പോലും വരാൻ പേടിച്ചു. എന്നിട്ട് അവര് പുറത്ത് വെയിറ്റ് ചെയ്യണം. ഞാൻ അവരുടെ അടുത്ത് വരാൻ പറഞ്ഞു, അവര് പേടിച്ചു. അത് കഴിഞ്ഞ് കാറിലിരുന്ന് അവർക്ക് പേടി, മാഡം ഞങ്ങളെ വല്ലതും ചെയ്യുമോ? ഞാൻ പറഞ്ഞു നിങ്ങളെ ആരും ചെയ്യില്ല, ഞങ്ങൾക്ക് പാലക്കാട്ടിലേക്ക് വന്നിട്ട് ത്രൂ ഔട്ട് മൈ ജേർണി അവർക്ക് പേടിയാണ്, ഞങ്ങളെ വല്ലതും ചെയ്യുമോ, ഞങ്ങളുടെ നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങളെ ആരും ചെയ്യില്ല, എന്നെ പാലക്കാട് കൊണ്ടുവിട്. രാത്രി 2 മണിക്കാണ് ഞാൻ പാലക്കാട് എത്തിയത്. അത് കഴിഞ്ഞിട്ട് ഇതുവരെയ്ക്കും ഞാൻ ആരുടെ ഫോണോ ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. എന്റെ എന്തുകൊണ്ടാണ് ഇപ്പൊ ഞാൻ സംസാരിക്കുന്നതിന്റെ റീസൺ, മന്ത്രി ഇപ്പോൾ മിനിസ്റ്റർ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു 112 വിളിക്കുന്നത് വട്ടായവരാണെന്ന്. എന്റെ ബെഡ്റൂമില് എന്റെ ഭർത്താവിന്റെ കൂടെ എനിക്ക് കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ കാണുമ്പോ സാധാരണ ഒരു സ്ത്രീ എന്താ ചെയ്യുക? സാധാരണ ഒരു സ്ത്രീ അവരെ വെട്ടി നുറുക്കും അല്ലേ? നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന അങ്ങനെയല്ലേ? മന്ത്രി സിനിമയിൽ അഭിനയിക്കുന്നതല്ലേ? അങ്ങനെയാണോ ചെയ്യുക? നമ്മൾ ഹലോ എന്ന് പറഞ്ഞിട്ട് നമ്മളും കൂടെ ചേർന്ന് അതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കില്ലല്ലോ. ഞാൻ അതൊന്നും ചെയ്തില്ല. ഞാൻ മന്ത്രിയെ തൊട്ടില്ല, ആ സ്ത്രീയെ തൊട്ടില്ല, ഞാൻ ആരെയും ഒരു ബാഡായിട്ടൊന്നും പറഞ്ഞില്ല. ബിക്കോസ് ഐ ആം എ ബിലീവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ അങ്ങനെയല്ല ബൈബിളിൽ പഠിച്ചിരിക്കുന്നത്. എനിക്ക് മനസ്സ് വിഷമമാണ്, പക്ഷേ എനിക്ക് വട്ടാണ്. ഇതെനിക്ക് അറിയായിരുന്നു. എനിക്ക് സംശയ രോഗമാണെന്ന് ലോകം മുഴുവൻ പറഞ്ഞു നടക്കുന്നതിന്റെ കൊണ്ട് മാത്രം ഞാൻ ആ ഫോണിൽ അതെല്ലാം പകർത്തി. അപ്പൊ ശാന്തനോട് പറഞ്ഞു അവരുടെ ഫോൺ എടുത്ത് മാറ്റി അവര് തടയെന്ന് പറഞ്ഞു. ശാന്തൻ അത് ചെയ്യാൻ നോക്കുമ്പോഴാണ് ഞാനത് എനിക്കറിയായിരുന്നു. അപ്പൊ ഞാൻ ലാസ്റ്റ് ഡയൽ നമ്പർ ലേഖ ചേച്ചി എന്നാക്കിയിട്ടാണ് ഞാൻ പോയത്. ഞാൻ ചേച്ചിയെ വിളിച്ചാൽ ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഞാൻ ചേച്ചിയെ വിളിക്കുകയാണെന്ന്. അവർക്കറിയാം ലേഖ ചേച്ചി എന്ന് പറഞ്ഞാൽ ലേഖ ചേച്ചിനെ എന്നായിരിക്കും വിളിക്കുന്നുണ്ടാവുക. അപ്പൊ അവരൊന്നും മടിച്ചു. അത് ആ ഒരു സെക്കൻഡിൽ ഞാൻ റൂമിൽ നിന്ന് പുറത്തേക്ക് ഓടിവന്ന് ചേച്ചിയെ വിളിച്ച് ഞാൻ ചേച്ചി പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു ഉടനെ കൺട്രോൾ റൂമിലേക്ക് വിളിക്കാൻ. അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അവരെന്നെ ഉപദ്രവിക്കാതിരുന്നതാണ്.